إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ജീവിക്കണമെന്ന്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള ആഗ്രഹം എന്നുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഓ മനുഷ്യരെ, നിങ്ങൾ ധനത്തെ ഹുബ്ബൻ ജമ്മ, അമിതമായ തോതിൽ ഹുബ്ബുണ്ട്, സ്നേഹം നിങ്ങൾക്ക് സമ്പത്തിനോടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ അവൻ പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായും മനുഷ്യന് ധനത്തോടുള്ള അവന്റെ സ്നേഹമെന്ന് പറയുന്നത് അത് ഷദീദാണ്, കഠിനമായതാണ്. വലിയ സ്നേഹം മനുഷ്യന്, സഹോദരങ്ങളെ, അവനുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ധനത്തോടുള്ള അടങ്ങാത്ത ആർത്തി അതുണ്ട്. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അവൻ പണിയെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഊണ് നഷ്ടപ്പെട്ടാലും ഉറക്കം നഷ്ടപ്പെട്ടാലും കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നാലും മനുഷ്യൻ ധനസമ്പാദനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്ന അനുഭവമുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. കാരണം എന്താണ്? കാരണം ഈ ദുനിയാവ് അവന് നേടിയെടുക്കണമെങ്കിൽ, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ സമ്പത്ത് അവൻ്റെ കയ്യിലുണ്ടായാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നല്ല മനോഹരമായ പാർപ്പിടമുണ്ടാക്കണമെങ്കിൽ, സുഖ സൗകര്യങ്ങൾ അവിടെ ഒരുക്കണമെങ്കിൽ, നല്ല രുചികരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ, നല്ല മനോഹരമായ വസ്ത്രം ധരിക്കണമെങ്കിൽ, നല്ല വാഹനം ഉപയോഗിക്കണമെങ്കിൽ എല്ലാത്തിനും നല്ല പണം അവന് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്തിനു വേണ്ടി മനുഷ്യൻ അവൻ അടങ്ങാത്ത ആഗ്രഹവുമായി രാപ്പകലില്ലാതെ പണിയെടുക്കുന്നവനാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ അടങ്ങാത്ത സ്നേഹം കാരണത്താൽ പലപ്പോഴും ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും സമ്പത്തുണ്ടാക്കുന്ന സമയത്ത് ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് നോക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് മനുഷ്യർക്ക് ഇത്തരം ഒരവസ്ഥയുണ്ടാകുമെന്നുള്ളത് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലയതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം. ജനങ്ങൾ സമ്പത്ത് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ഗൗനിക്കുകയില്ല. അത് ഹലാലിൽ നിന്നാണോ അതല്ല ഹറാമാണോ, ഹലാലായതാണോ നേടിയെടുക്കുന്നത്, നിഷിദ്ധമായതാണോ നേടിയെടുക്കുന്നത് എന്ന കാര്യത്തിൽ അവരൊന്നും ഗൗനിക്കുകയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കുക എന്ന ചിന്തയിലുള്ള മനുഷ്യർ അവസാന കാലത്തുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ അതീവ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ കാലുകൾ അത് മുന്നോട്ട് നീങ്ങുകയില്ല. ഹത്താ യുസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്. അവന്റെ ആയുസ്സിനെ കുറിച്ച്, എന്തിലാണ് അവൻ അത് തുലച്ചു കളഞ്ഞിട്ടുള്ളത് എന്നവൻ ചോദ്യം ചോദിക്കപ്പെടുന്നത് വരെ. വഅൻ ഇൽമിഹി ഫീമ ഫഅൽ.
അവന് കിട്ടിയ അറിവിൽ നിന്നും എന്താണ് അവൻ പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ചും ചോദ്യമുണ്ട്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവന്റെ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണ്. എങ്ങനെയാണ് അവനത് സമ്പാദിച്ചത് എന്നുള്ളത്, അതുപോലെ എവിടെയെല്ലാമാണ് അവനത് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായ ചോദ്യമുണ്ട്. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ, അവന്റെ ശരീരം അവൻ എന്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ ഒരാൾക്കും ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സമ്പത്തിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കടുത്ത തിന്മയാണ് പലിശ എന്നുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ പലിശയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ വ്യക്തികൾക്കും സമൂഹത്തിനും ഒരുപോലെ ദോഷം ചെയ്യുന്ന, ജനങ്ങളുടെ അഭിമാനത്തിനും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരു കടുത്ത പാപമാണ് പലിശ എന്നുള്ളത്. അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ മുസ്ലിമീങ്ങൾക്ക് നമുക്ക് നിഷിദ്ധമാക്കിയതിലൂടെ യഥാർത്ഥത്തിൽ വലിയ നിന്ദ്യതയിൽ നിന്നും വലിയ ചൂഷണത്തിൽ നിന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരെയും രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അള്ളാഹു എങ്ങാനും ഇത് നിഷിദ്ധമാക്കിയില്ലായിരുന്നെങ്കിൽ ഈ ചൂഷണത്തിൽ, ഈ വഞ്ചനയിൽ, സഹോദരങ്ങളെ, ഈ നിന്ദ്യതയിൽ ഞാനും നിങ്ങളുമൊക്കെ കിടന്ന് അതിലുരുളേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അള്ളാഹു തആല അവൻ നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും അത് മനുഷ്യകുലത്തിന്, മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതല്ലാതെ ഒന്നുമില്ല. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെക്കുറിച്ച് നിഷിദ്ധമാക്കി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ സഹോദരങ്ങളെ പലിശ നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുദഅഫ വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, വിശ്വാസം സ്വീകരിച്ച ആളുകളെ, ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുദഅഫ, ഇരട്ടിയായുള്ള ഈ പലിശ തീറ്റ അത് നിങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളാകണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. പലിശ നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറു മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷ്മത കാണിക്കണം, തഖ്വയുള്ളവരാകണം. വദറു മാ ബഖിയ മിനർ റിബാ, നിങ്ങൾക്ക് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പലിശയണത്തിൽ വല്ലതും ബാക്കി കിട്ടാനുണ്ടെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ല പലിശ വാങ്ങിയിട്ട് അടങ്ങൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പലിശ ഇടപാടിലേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഫഇല്ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അപ്രകാരം പലിശ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, പലിശയെക്കുറിച്ചുള്ള താക്കീതുകൾ കേട്ടിട്ടും ഒരു കൂസലും നിങ്ങൾക്കില്ല എങ്കിൽ അറിയുക, മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും നിങ്ങൾക്കെതിരെ സമരപ്രഖ്യാപനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഖുർആൻ മുഴുവൻ പരിശോധിച്ചു നോക്കി, ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചു നോക്കി, പലിശയേക്കാൾ, കുഫ്ർ കഴിഞ്ഞാൽ, സത്യനിഷേധം കഴിഞ്ഞാൽ പലിശയേക്കാൾ ഗൗരവമുള്ള ഒരു തിന്മയുള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം അല്ലാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശക്കാർക്കെതിരെ, പലിശ ഇടപാട് നടത്തുന്ന ആളുകൾക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുകയാണ്, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, പലിശയുടെ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങളിലാണ് പലിശ ഉള്ളത് എന്നുള്ളത് എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലരും മനസ്സിലാക്കിയിട്ടുള്ള 7 വൻപാപങ്ങൾ സഹോദരങ്ങളെ, നിങ്ങളത് വായിച്ചു നോക്കിയിട്ടില്ലേ? അതിലൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പലിശയാണ് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബു അസ്സബ്അൽ മുബിഖാത്ത്, നിങ്ങൾ നശിപ്പിച്ചു കളയുന്ന 7 കാര്യങ്ങളെ നിങ്ങൾ വെടിയേണ്ടതുണ്ട്. അതിന്റെ അറ്റത്തുപോലും, അതിന്റെ അടുത്തുപോലും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സഹാബത്ത് ചോദിച്ചു, വമാഹുന്ന, അല്ലാഹുവിന്റെ റസൂലെ ഏതൊക്കെയാണ് ആ 7 വൻപാപങ്ങൾ? അവിടുന്ന് പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, ഒന്നാമതായി എണ്ണിയിട്ടുള്ളത് ഏറ്റവും ഗൗരവമുള്ള കാര്യമായ ഷിർക്ക് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന യാതൊന്നും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായി പറഞ്ഞു വസ്സിഹർ, മാരണം ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞു വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ അല്ലാഹു പവിത്രമാക്കിയ
ഒരു ആത്മാവിനെയും ഒരു ശരീരത്തെയും വധിച്ചു കളയുക എന്നുള്ളത് നിങ്ങൾക്ക് പാടില്ല. വഅക്ലു മാലിൽ യതീം, അതുപോലെ തന്നെ അനാഥന്റെ സമ്പത്ത് ഭുജിക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. പിന്നീട് പറഞ്ഞു വഅക്ലു റിബാ, പലിശ കഴിക്കുക, പലിശ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. വത്തവല്ലി യൗമസ്സഹ്ഫ്, യുദ്ധസമയത്ത് പിന്തിരിഞ്ഞോടുക എന്നുള്ളതും പാടില്ലാത്ത വൻപാപത്തിൽപ്പെട്ടതാണ്. വഖദ്ഫുൽ മുഹ്സിനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ പതിവ്രതകളായ നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളതും വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വൻപാപം യഥാർത്ഥത്തിൽ 7 ഒതുങ്ങുന്നില്ല. ചിലരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. വൻപാപം ധാരാളക്കണക്കിനുണ്ട്. ഖുർആനിലും ഹദീസിലും ഇന്ന് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന, നരക ശിക്ഷയുണ്ടെന്ന് അറിയിക്കുന്ന, ശപിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ദുനിയാവിൽ ഖിസാസുള്ള പ്രതിക്രിയയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഹോദരങ്ങള് വൻപാപങ്ങളാണ്. പക്ഷെ ഈ 7 വൻപാപങ്ങൾ അതൊരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, അവന്റെ നടുവൊടിക്കുന്ന വൻപാപങ്ങളാണ്. അതിലാണ് പലിശ എണ്ണിയിട്ടുള്ളത് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്ലാമിന്റെ ഒരു പൊതുതത്വം അറിയിക്കുന്ന, അഥവാ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അതിന് സഹായകമാകുന്ന മുഴുവൻ കാര്യങ്ങളും നിഷിദ്ധമാക്കുന്നു എന്നറിയിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം കേട്ടു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് ശപിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ശപിച്ചത്? ആകിലുർ റിബ, പലിശ ഭക്ഷിക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വമൂകിലുഹു, പലിശ തീറ്റിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വകാതിവഹു, പലിശ ഇടപാട് വാങ്ങണ്ട, അത് കൊടുക്കണ്ട, പക്ഷെ അത് എഴുതി രേഖപ്പെടുത്തുന്ന, അത്തരത്തിലുള്ള കണക്കെഴുതുന്ന ആളുകളെയും പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വശാഹിദൈഹി, ഇതിന് സാക്ഷ്യം വഹിക്കുന്ന, ഇതിന് കേവലം ഒരു സാക്ഷിയായി, ജാമ്യക്കാരനായി പലിശ ഇടപാടിന് നിൽക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് വഖാല ഹും സവാഉൻ, ഈ പലിശ കൊടുക്കുന്നവനാകട്ടെ, വാങ്ങുന്നവനാകട്ടെ, രേഖപ്പെടുത്തുന്നവനാകട്ടെ, അതിന് സാക്ഷി നിൽക്കുന്നവനാകട്ടെ, എല്ലാവരും തുല്യരാണ്, സമന്മാരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങള്, പലിശ കൊടുക്കുന്നത് വൻപാപമാണ്, പലിശ വാങ്ങുന്നത് വൻപാപമാണ്, പലിശ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിലുള്ള പലിശ ഇടപാടുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്ന ജോലികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുനിൽക്കേണ്ടതാണ്. അത് നിങ്ങൾ എത്ര വലിയ അക്കൗണ്ടൻസി പഠിച്ചിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവിടെ വരുന്ന പലിശ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ട്, അവിടുന്ന് കൊടുക്കുന്ന പലിശ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അത്തരം ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ പലരും ഇത് ഗൗനിക്കാറില്ല. ഞാൻ പലിശ കൊടുക്കുന്നില്ലല്ലോ, ഞാൻ പലിശ വാങ്ങുന്നില്ലല്ലോ എന്ന് മാത്രമാണ് പലരും ചിന്തിക്കാറുള്ളത്. എന്നാൽ പലിശ രേഖപ്പെടുത്തുന്നത് പോലും വൻപാപമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച കാര്യമായിട്ടാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ പലിശയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ദുനിയാവിലുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് ഈ ഹദീസിൽ കേട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാക്കുക. ശാപമുണ്ട്, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടതുപോലെയാണ്. കാരണം റബ്ബിന്റെ റഹ്മത്ത്, കാരുണ്യം അവനുണ്ടാകുകയില്ല, കാരുണ്യത്തിൽ നിന്നും അവൻ അകന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലിശ ഇടപാടുമായി കഴിയുന്ന പലരെയും ദുരിതങ്ങളിൽ നിന്നും അവർ ദുരിതത്തിലേക്ക്, ഞെരുക്കങ്ങളിൽ നിന്നും ഞെരുക്കത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും നമുക്ക് നേർക്കാഴ്ചകളായി നമ്മുടെ മുന്നിലുള്ളത് ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം അതില്ലാതായി പോകും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇരു കൈകൾ ഉയർത്തി റബ്ബിനോട് നിബന്ധനകളൊത്ത പ്രാർത്ഥനകൾ അവൻ നടത്തിയാലും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിച്ചാലും പലപ്പോഴും ഉത്തരം ലഭിക്കാത്തതിന്റെ ഒരു കാരണം അവന്റെ സമ്പത്തിൽ ഹറാമ് കലർന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് പലിശ എന്നുള്ളത്. സഹോദരങ്ങളെ, മനസ്സിലാക്കുക. അതുപോലെ പലിശ ഹറാമാണെന്നറിഞ്ഞിട്ടും, പലിശ ഹറാമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ഒരുവൻ അതിൽ തുടരുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും വലിയ തെമ്മാടിയാണെന്നാണ് ദീനുൽ ഇസ്ലാം അവനെ പഠിപ്പിക്കുന്നത്. പലരും അത് മനസ്സിലാക്കാറില്ല. ഒരു മദ്യപാനിയെ നമ്മൾ അടുപ്പിക്കാറില്ല, മസ്ജിദിന്റെ ഭാരവാഹിത്വം കൊടുക്കാറില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യഭിചാരിയെ നമ്മൾ അങ്ങനെ ഉത്തരവാദിത്വത്തിന് ഏർപ്പെടുത്താറില്ല പലപ്പോഴും. പക്ഷേ നമ്മുടെ ഖേദകരമായ അവസ്ഥയാണ്, മസ്ജിദുകളുടെ പരിപാവനമായ ഭാരവാഹിത്വത്തിൽ പോലുമുള്ള ആളുകൾ പലപ്പോഴും ഇത്തരത്തിൽ പലിശ ഇടപാട് നടത്തുന്ന ആളുകളുണ്ട്. വലിയ വലിയ മുസ്ലിം
സംഘടനകളുടെ നേതൃത്വത്തിൽ പോലും പലിശ ഇടപാടുള്ള ആളുകൾക്ക് യാതൊരു കുഴപ്പവുമുള്ളതായി ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷവും പലിശ ഇടപാട് നടത്തുന്നവനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവിടുന്ന് പറഞ്ഞു, ദിർഹമു റിബ യഅകുലുഹു അർറജുൽ, ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം അവൻ പലിശ തിന്നുന്നുണ്ട് എങ്കിൽ വഹുവ യഅലമുഹു, അവനത് മനസ്സിലാക്കിയിട്ടുള്ളവനാണ് എങ്കിൽ അശദ്ദു മിൻ 36 സന്യ, 36 വ്യഭിചാരത്തെക്കാൾ അത് കടുത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞു, അർരിബ 70 ബാബ, റിബക്ക് പലിശക്ക് 70 പരം വാതിലുകളുണ്ട്, വ്യത്യസ്ത രൂപങ്ങൾ അതിനുണ്ട്. അതിനാഹ, ആ പലിശയുടെ ഏറ്റവും നിസാരമാ എന്ന് നമ്മൾ കരുതുന്ന ഏറ്റവും താഴെയുള്ള ഒരു കാര്യം തന്നെ കല്ലദി യഖഉ അലാ ഉമ്മിഹി, തന്റെ ഉമ്മയോടത്ത് ശയിക്കുന്ന വിഭജിക്കുന്ന മൻപാപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങള്, വളരെ ഗൗരവമുള്ള കാര്യമാണ് പലിശ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ സമൂഹം നമുക്ക് ഇത്തരത്തിൽ സമൂഹം മുഴുവൻ പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം ഗൗരവമുള്ള കാര്യം നമ്മുടെ മനസ്സിനെ മറപ്പിച്ചു കളയും, അശ്രദ്ധയിലാക്കി കളയും. ഒരുപാട് തിന്മകൾ ഒരു നാട്ടിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ആ തിന്മകൾ നിസ്സാരമായി തോന്നുക എന്നുള്ളത് അത് സ്വാഭാവികമായ കാര്യമാണ്. അത്തരം സ്വാഭാവികതയിൽ നമ്മൾ അശ്രദ്ധരായി പോകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ആയത്തുകൾ പരിശോധിക്കണം, ഹദീസുകൾ പരിശോധിക്കണം. എന്നിട്ട് പലിശയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എത്ര വലിയ ലാഭം മുന്നിൽ കണ്ടാലും പലിശ സഹോദരങ്ങളെ നമ്മൾ തൊടാൻ പാടില്ല. കാരണം അതിന്റെ ഏറ്റവും ചെറിയ രൂപം തന്നെ സ്വന്തം മാതാവിനെ ശയിക്കുന്ന, മാതാവിനോടൊത്ത് ശയിക്കുന്ന വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പലിശ ഇടപാട് നടത്തുന്ന ആളുകളുടെ ബറക്കത്തില്ലാതായി പോകുമെന്നാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യംഹഖുല്ലാഹു റിബ, പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷയിപ്പിക്കുന്നതാണ്, ബറക്കത്തുണ്ടാവുകയില്ല. വ യുർബി സദഖാത്ത്, എന്നാൽ സദഖകൾ കൊടുത്താൽ, ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നിങ്ങൾ നടത്തിയാൽ അള്ളാഹു അവന്റെ സമ്പത്ത് പോഷിപ്പിക്കും. നിങ്ങൾ ഇത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പലിശ ഇടപാട് നടത്തുന്ന, വട്ടിപ്പലിശ നടത്തുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ പണം വർദ്ധിക്കുകയാണ് വേണ്ടത്. സദഖകൾ കൊടുക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവന്റെ സമ്പത്തിൽ നിന്നും കുറഞ്ഞു പോകുകയാണ്. പക്ഷേ ബറക്കത്തിലാണ് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനീ കിട്ടുന്ന ഹറാമായ ധനസമ്പാദനത്തിൽ ബറക്കത്ത് നൽകുകയില്ല, ക്ഷയിപ്പിച്ചു പോകും, അത് ഇല്ലാതായി തീരും. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളതിൽ ബറക്കത്ത് നൽകും. അതുപോലെ ധാരാളമായി വീണ്ടും നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മഅഹദുൻ അക്സറ മിന റിബ, ആരെങ്കിലും പലിശ കൊണ്ട് ധാരാളമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാന ആഖിബത്തു അംരിഹി ഇലാ ഖില്ല, അവന്റെ പര്യവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി ആഖിറത്തിലെ ശിക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളക്കണക്കിന് ഹദീസുകളിൽ പലിശക്കാരൻ നരകത്തിൽ പലിശക്കാരൻ ഈ രക്തത്തിൽ കുളിച്ചുകൊണ്ട് അവനെ ആളുകൾ കല്ലെറിയുകയും ആ രക്തത്തിൽ അവൻ വാർന്നൊലിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ തന്നെ നിൽക്കും. അവൻ എത്രത്തോളം ആ രക്തക്കുളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാലും വീണ്ടും കല്ലുകൾ അതുകൊണ്ട് എറിയപ്പെടുകയും അവൻ ആ രക്തക്കുളത്തിൽ നരകത്തിയിൽ അവനുണ്ടാകുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായ മുഴുവൻ ധനസമ്പാദനത്തെ കുറിച്ചും പറഞ്ഞല്ലോ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരവും ഏതൊരു ഇറച്ചിയും ഹറാമിൽ ഊട്ടപ്പെട്ടതാണെങ്കിൽ, ഹറാമിൽ വളർന്നിട്ടുള്ളതാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അവന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പലിശയുടെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ നിസ്സാരമായി കാണുന്നതുകൊണ്ട്, സമൂഹം നിസ്സാരമായി കാണുന്നതുകൊണ്ട് അത് വലിയൊരു തെറ്റല്ല. അങ്ങനെ പ്രത്യേക ഒരു ശിക്ഷയൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ലല്ലോ, വലിയൊരു ഉപദ്രവമൊന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ലല്ലോ, സമ്പത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന താൽക്കാലികമായ ഈ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയിക്കൊണ്ട് അശ്രദ്ധയിലായി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ ഗൗരവം ശരിക്കും ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, പലിശ വ്യത്യസ്ത രൂപങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്നത്. ചിലത് നമുക്കറിയുന്ന രൂപത്തിലാണെങ്കിൽ, വേറെ ചിലത് നമുക്കറിയാത്ത സംശയമുള്ള രൂപത്തിലൊക്കെ പലിശ കടന്നു വരുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, അതിന്റെ സനദിൽ
അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും അതിന്റെ ആശയം തികച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയം തന്നെയാണ്. ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, ലാ യബ്ഖാ അഹദുൻ ഇല്ലാ അക്കല റിബ, പലിശ തിന്നാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല, എല്ലാവരും പലിശയിൽ ഒരു ഓഹരി കഴിക്കുന്നുണ്ട്. ഫൈൻ ലം യഅകുൽഹു, ഇനി പലിശ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അസാബഹു മിൻ ഗുബാരി, അതിന്റെ ഒരു പൊടിയെങ്കിലും അവന്റെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ടാകും. അഥവാ ഏതെങ്കിലും രൂപത്തിലുള്ള സംശയാസ്പദമായ ധനസമ്പാദനത്തിലൂടെയെങ്കിലും പലിശയുടെ ഒരു പൊടി അവൻ എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ അതിന്റെ സനദിൽ പരമ്പരയിൽ ദുർബലത ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും മറ്റു പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആശയം വളരെ കൃത്യമാകുന്ന പുലർന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പലിശ കടന്നു വരുന്ന വഴികൾ, പ്രധാനപ്പെട്ട അതിന്റെ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 2 രൂപത്തിലാണ് നമ്മുടെയൊക്കെ സമ്പാദ്യത്തിൽ പലിശ വരിക. ഒന്ന് നമുക്കൊക്കെ അറിയുന്ന കടവുമായി ബന്ധപ്പെട്ട പലിശയാണ്. അതെങ്ങനെയാണ്? നമ്മൾ ഒരാൾക്ക് ഒരു പണം നൽകിയിട്ട് അത് ഇന്ന ഡേറ്റിന് നീ തരികയാണെങ്കിൽ അത് ഇതേ രൂപത്തിൽ തന്നാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ അധികം തരേണ്ടി വരും എന്ന് പറഞ്ഞ് നൽകുന്ന രീതി, അത് പലിശയാണ്. നീ അടുത്ത മാസം ഈ 1 ലക്ഷം രൂപ തരികയാണെങ്കിൽ അത് മതി, പക്ഷേ നീ ഒരു ദിവസം വൈകിയാൽ അത് 1,05,000 ആകും, ഒരാഴ്ച വൈകിയാൽ 1,10,000 ആകും. ഇങ്ങനെ ദിവസം തെറ്റിയാൽ ആ നൽകിയ കടം അത് വർദ്ധിക്കുമെന്ന് പറയുന്ന രൂപത്തിലുള്ള സഹോദരങ്ങളെ രീതികൾ, അത് വട്ടി പലിശയാണ്. ഈ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള പലിശകളും, പഴയ കാലത്തുള്ള പലിശകളൊക്കെ ആളുകൾക്ക് അറിയാം. ഒരാൾ കൊടുക്കുന്നു, അതിന്റെ ഇരട്ടി ഇത്ര നൽകണം, അത് കൃത്യസമയത്ത് തന്നാലും ഇല്ലെങ്കിലും നൽകണമെന്ന് പറഞ്ഞാലും ശരി, കൃത്യസമയത്തിൽ തെറ്റിയിട്ട് നൽകണമെന്ന് പറഞ്ഞാലും ശരി, എല്ലാം പലിശയാണ്. പക്ഷെ അതിന്റെ ചില ആധുനിക രൂപങ്ങളുണ്ട്, പലരും അത് ശ്രദ്ധിക്കാറില്ല. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ഇൻസ്റ്റാൾമെന്റ്, EMI എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എല്ലാത്തിനും EMI ആണ്. ഏതെങ്കിലുമൊക്കെ വസ്തു ഉണ്ടെങ്കിൽ EMI ഇല്ലാതെ ആളുകൾ വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവന്റെ ആവശ്യത്തിലപ്പുറത്തേക്കുള്ള വസ്തുക്കളാണ് എല്ലാവർക്കും വാങ്ങേണ്ടത്. അവൻ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ സുഖസൗകര്യങ്ങൾ അവന് വേണ്ടതുണ്ട്. അതുകൊണ്ടെല്ലാം EMI സിസ്റ്റത്തിൽ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതിന്റെയൊക്കെ കൂടെ 0% EMI എന്നൊക്കെ കാണും, പക്ഷേ അതിനൊരു സ്റ്റാർ ഉണ്ട്, നിബന്ധനകൾക്ക് വിധേയമെന്നുണ്ട്. ആ നിബന്ധനകൾ പെട്ടത് മിക്കവാറും ഇന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി അടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിൽ വ്യത്യസ്ത ഗഡുക്കളായി അടച്ചു പോകാം. പക്ഷേ അത് തെറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇത്ര രൂപ നിങ്ങൾക്ക് അമിതമായി അധികമായി ഈടാക്കുന്നതാണ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് പലിശയാണ്. എങ്ങനെയാണ് പലിശയാകുന്നത്? യഥാർത്ഥത്തിൽ ഇൻസ്റ്റാൾമെന്റ് അതിന്റെ സ്വഭാവം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അത് യഥാർത്ഥത്തിൽ കടമാണ്. ഒരു പ്രൊഡക്റ്റ് നമുക്ക് കടമായി നൽകുകയാണ്, ഒരു വസ്തു കടമായി നൽകുകയാണ്. നിങ്ങൾ 1 ലക്ഷം രൂപ ഒന്നായിട്ട് ഈ മൊബൈൽ ഫോണിന് നൽകേണ്ടതില്ല, നിങ്ങൾ 10 മാസമായി 10,000 വെച്ച് നൽകിയാൽ മതി എന്ന് പറയുന്ന ഒരു കടമാണ്. അങ്ങനെ ഒരു കടമിടപാടിൽ നമ്മൾ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ വർധനവുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു മാസത്തിൽ നമ്മൾ വൈകിയാൽ അതിലൊരു 5,000 രൂപ കൂടി മൊത്തത്തിൽ ടോട്ടൽ 1,05,000 രൂപ ആകുക എന്നുള്ളത് സഹോദരങ്ങളെ, കടം തെറ്റിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ്. കടം അത് കൃത്യമായി അടച്ചാൽ കുഴപ്പമില്ല, തെറ്റിയാൽ വർധനവ് വരിക എന്ന് പറയുന്ന ആ കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെ നിഷിദ്ധമായ കാര്യമാണ്. ചിലർ ചോദിക്കാറുണ്ട്, അത് തെറ്റാതെ അടച്ചാൽ പോരെ സഹോദരങ്ങൾ, ആ കടമിടപാടിൽ ഏർപ്പെടുക എന്നുള്ളത് നിഷിദ്ധമാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പ് പറയാൻ സാധിക്കുക നിനക്ക് തെറ്റാതെ അടക്കാൻ സാധിക്കുമെന്നുള്ളത്? അത് നിന്റെ ആത്മവിശ്വാസം മാത്രമാണ്. നീ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? നീ മരണപ്പെട്ടു പോയി, ഇതിന്റെ പണം അടക്കാൻ ആരുമില്ല, അതങ്ങനെ കൂടിയാൽ നിന്റെ ഖബറിൽ അത് പലിശ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിന്റെ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം അധോഗതിയിലായിപ്പോയി, നിനക്കത് തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സഹോദരങ്ങളെ, ഇതെല്ലാം കാരണങ്ങൾ തന്നെയാണ്. ഇനി ഇതൊന്നുമില്ല, എല്ലാ സേഫ്റ്റി മെഷറും നീ ഉണ്ടാക്കിയാൽ പോലും സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെ നിഷിദ്ധമായ കാര്യമാണ്, സമാനമായ കാര്യമാണ്. ഇതൊരു കാർഡ് രൂപത്തിലായി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ഇന്ന് പലരും കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ബാങ്കുകൾ ആളുകളുടെ പിന്നാലെയാണ് ആ ക്രെഡിറ്റ് കാർഡ് എടുത്തോളൂ. എന്താണ് അവർ അതിനുവേണ്ടി എത്ര താല്പര്യം? എന്താണ് നമ്മളിങ്ങനെ കടം വാങ്ങി കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ, ഈ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കൃത്യമായി അടച്ചില്ലെങ്കിൽ ബാങ്കിന് പലിശ വരുമാനം, പലിശയിൽ നിന്നും ഒരു തോത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കടം കൊടുത്ത് ഇങ്ങനെ കൃത്യമായി അടക്കാത്തവരിൽ നിന്നും പലിശ സ്വീകരിക്കുക, അങ്ങനെയുള്ളൊരു ഉപകാരമുള്ളത് കൊണ്ടാണ് ആളുകളുടെ ഒക്കെ പിന്നിൽ ബാങ്കുകൾ കൂടുന്നതല്ലാതെ നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു തരാനാണെന്ന് വിചാരിച്ച് ആരും വഞ്ചിതരാകേണ്ടതില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് പലിശയുടെ ഒന്നാമത്തെ രൂപം. അത് സഹോദരൻ
സഹോദരങ്ങളെ കടമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തത് കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പലിശയുണ്ട്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പറയും റിബൽ ഫദ്ൽ, അധികമായി ഈടാക്കുന്ന പലിശ എന്ന് പറയും. രണ്ട് റിബൻ നസിയ, കാലതാമസത്തിനുള്ള പലിശ എന്ന് പറയും. ഒന്നാമത്തത് സഹോദരങ്ങളെ, അധികമായി ഈടാക്കുന്ന പലിശ എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട, ദീനിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരേ വർഗത്തിൽപ്പെട്ട കാര്യങ്ങൾ അത് പരസ്പരം വിനിമയം നടത്തുന്ന സമയത്ത് രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെട്ടിരിക്കണം. അത് ഒരേ ഇനത്തിൽപ്പെട്ടതാണ് എങ്കിൽ അത് പരസ്പരം കൈമാറുമ്പോൾ അത് തുല്യമായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അപ്പോൾ കൈമാറുകയും വേണം. ഒരു ഉദാഹരണം പറയാം. പലപ്പോഴും ആളുകൾ ചെന്നെത്തുന്ന ഒരു തെറ്റ് പറഞ്ഞു തരാം. അത് നമ്മൾ സ്വർണം അത് പരസ്പരം കൈമാറുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ജ്വല്ലറികളിലെ സമീപിക്കാറുണ്ട്. പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങിക്കുക എന്നുള്ള രീതി. സഹോദരങ്ങളെ, പഴയ സ്വർണം കൊടുത്ത് അത് 10 പവൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്തും പുതിയ സ്വർണം അത് 10 പവൻ തന്നെ നിങ്ങൾ കൈപ്പറ്റേണ്ടതുണ്ട്. അതിന്റെ ക്വാളിറ്റി മാറിയത് കൊണ്ട്, അത് പഴയതാണ് പുതിയതാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗ്രാമിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ജ്വല്ലറിക്കാരും അങ്ങനെ തരികയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, പഴയ സ്വർണം നിങ്ങൾ അത് വിറ്റുകൊണ്ട് അതിന്റെ പണം നിങ്ങൾ കൈപ്പറ്റണം. എന്നിട്ട് ആ പണം കൊണ്ട് കിട്ടുന്ന സ്വർണം നിങ്ങൾ പുതിയ സ്വർണം വാങ്ങണം. അതല്ലാതെ എണ്ണത്തിൽ തുല്യതയിൽ കുറവ് വരുത്തിക്കൊണ്ട് പഴയത് കൊടുത്ത് പുതിയത് വാങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ, ഗുണനിലവാരം കുറഞ്ഞ ഈത്തപ്പഴം കുറവ് കൊടുത്തുകൊണ്ട് 1 സാ കൊടുത്തുകൊണ്ട് 2 സാ കൊടുത്തുകൊണ്ട് ഒരു സാ നിലവാരമുള്ള ഈത്തപ്പഴം വാങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പലിശയാണ് എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരേ ഇനത്തിൽപ്പെട്ട, അത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അതുപോലെയുള്ള മറ്റു വസ്തുക്കളാകട്ടെ, ഒരേ ഇനത്തിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തുല്യമായിരിക്കണം. അതേ സ്ഥലത്ത് തന്നെ അപ്പോൾ തന്നെ കൈമാറണം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ സ്വർണം 10 പവൻ ഇന്ന് നൽകാം, നാളെ പുതിയ സ്വർണം 10 പവൻ എന്ന് പറഞ്ഞ് തുല്യമാക്കിയാലും നാളെ എന്ന് പറയുന്ന ആ സമയം മാറിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ അപ്പോൾ കൈമാറാതിരുന്നാൽ അവിടെയും അതിൽ പലിശ വരുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ കാലതാമസത്തിന്റെ പലിശയുണ്ട്. അഥവാ സ്വർണം അത് സഹോദരങ്ങളെ നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സമയത്ത് അതേ മജ്ലിസിൽ തന്നെ, അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്. പലരും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. മാസാമാസം കൃത്യമായി ഒരു സ്വർണത്തിന്റെ പണം അടക്കുകയും അങ്ങനെ കല്യാണ സമയമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അടച്ച പണം കണക്കാക്കിക്കൊണ്ട് അതാത് സമയത്തുള്ള സ്വർണത്തിന്റെ വില അനുസരിച്ചാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അങ്ങനെ സ്വർണം നമുക്ക് പിന്നീട് കൈപ്പറ്റുക എന്നുള്ള രീതി സഹോദരങ്ങളെ, അത് റിബൻ നസീഅയാണ്, കാലതാമസത്തിന്റെ പലിശയാണ്. അത് നിഷിദ്ധമായ ഇനങ്ങളിൽ പെടുന്നതാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? പണം നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അതല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ അത് സൂക്ഷിക്കണം. എപ്പോഴാണോ സ്വർണം വാങ്ങിക്കുന്നത് അപ്പോൾ മാത്രം പണം കൊടുക്കുകയും അപ്പോൾ സ്വർണം വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ള രീതി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള ദിർഹമും അതുപോലെ റിയാലുകളും അതുപോലെ റുപ്പീസും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകൾ അതേ മജ്ലിസിൽ തന്നെ അതേ സമയത്ത് തന്നെ അത് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ മാസം ഞാനത് ഒരാൾക്ക് 1000 റിയാൽ കൊടുത്തിരുന്നു, അതിന് പകരമായി ഇന്ന് ഞാൻ അതിന്റെ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അതാത് സമയത്ത് തന്നെ കൊടുക്കണമെന്നാണ്. ഇന്ന് നമുക്ക് ദൂരങ്ങൾ കാരണം പ്രയാസമുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും കുറഞ്ഞത് അതാത് ദിവസമെങ്കിലും നമ്മളത് കൈപ്പറ്റാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. ഇവിടെ ഇനങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ തുല്യമാകണമെന്നുള്ള കാര്യമില്ല. 1000 റിയാലിന് 1000 റുപ്പീസ് അല്ല തുല്യമാകണമെന്നുള്ള കാര്യമില്ല. പക്ഷേ സഹോദരങ്ങളെ, അപ്പോൾ കൈമാറുക എന്നുള്ള നിബന്ധന ഇതിലുണ്ട്. അതായത് നമ്മൾ പണം കൊടുക്കുന്ന സമയത്ത് പണത്തിന് അത്രയും സ്വർണം നമുക്ക് കിട്ടുകയില്ല, പണത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ള സ്വർണമേ കിട്ടുകയുള്ളൂ. പക്ഷെ അപ്പോൾ കൈമാറുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ അവിടെയുണ്ട്. പലരും ശ്രദ്ധിക്കാത്ത, പഠിച്ചു മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ കൃത്യമായി പണ്ഡിതന്മാർ വളരെ കൃത്യമായി പലിശയുടെ ഇനത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, പലപ്പോഴും ശ്രദ്ധിക്കാത്ത മറ്റു പല നിഷിദ്ധങ്ങളുമുണ്ട്, സാമ്പത്തികമായ നിഷിദ്ധങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ പരിരക്ഷ വരുത്തുക എന്നുള്ളത് അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് നിഷിദ്ധമാക്കിയിട്ടുള്ളത്? കാരണം നമ്മൾ ഏതൊരു വസ്തുവിനാണോ പണം കൊടുക്കുന്നത് ആ വസ്തു എന്താണെന്ന് അത് അവിടെ നിർവചിക്കപ്പെട്ടിട്ടില്ല. അത് വളരെ കൃത്യമല്ല. അതിന് ബൈഉൽ ഗറർ, അതായത് നമുക്ക് എന്താണ് അവിടെ ഒരു വഞ്ചന അതിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയപ്പെടുക. നമ്മൾ മാസാമാസം അതിനു വേണ്ടിയിട്ടുള്ള പോളിസിയിൽ നമ്മൾ പണം അടക്കുന്നു. പക്ഷെ അതെന്താണ് അതുകൊണ്ട് കിട്ടുക?
നമുക്കൊരു രോഗം വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ നമുക്കതിൽ റിട്ടേൺ കിട്ടും, അതല്ലെങ്കിൽ ആ പണം പോയത് തന്നെ. ഇങ്ങനെയുള്ള കാര്യം ദീനുൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ, അങ്ങനെ അല്ലാതെ ആ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന സാഹചര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, അവിടെ നമുക്ക് അനുവദനീയമാകുന്നു. നമ്മൾ നമ്മുടെ വാഹനങ്ങൾക്കും മറ്റുമൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ. എന്നാൽ സഹോദരങ്ങളെ, ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ നാട്ടിൽ നിർബന്ധമല്ലാത്ത സാഹചര്യങ്ങളിൽ അതെടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു നാട്ടിൽ അതുകൂടി നിർബന്ധ സാഹചര്യം എന്ന രൂപത്തിൽ വരികയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, അപ്പോൾ മറ്റേതുപോലെ തന്നെ നമുക്ക് അനുവദനീയമാകും. അതല്ലാത്ത രൂപത്തിൽ LIC പോളിസികളും അതുപോലെയുള്ള മറ്റ് ഇൻഷുറൻസ് പോളിസികളും സഹോദരങ്ങളെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള പേരിൽ നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ നിഷിദ്ധമായ, ആളുകൾ പലരും ഗൗനിക്കാത്ത മറ്റൊരു കാര്യമാണ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി മാസാമാസം ഫിക്സഡ് പ്രോഫിറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ നമ്മളൊരു ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ കൊണ്ടിടുകയാണ്. മാസാമാസം കൃത്യമായി 5000 രൂപ ലഭിക്കുന്നു, 10,000 രൂപ ലഭിക്കുന്നു. ആ രൂപത്തിൽ ലഭിക്കുകയാണ്. ആ ബിസിനസ് അത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊന്നും നോക്കുന്നില്ല. അഥവാ യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവിടെ നമുക്ക് കൃത്യമായ നമുക്കതിന്റെ ലാഭവിഹിതം ലഭിക്കുന്നത്. മറിച്ച് ഈ കമ്പനികൾ ഒരു കടം വാങ്ങിയതുപോലെയാണ്. ഈ കമ്പനികൾ അവിടെ കച്ചവടത്തിന് വേണ്ടി ഒരു കടം വാങ്ങിയിട്ട് അതിന് ബാങ്കിൽ നിന്നും അവർക്ക് പലിശ അടക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ ആളുകളെടുത്തു നിന്ന് വാങ്ങിയിട്ട് ഒരു കൃത്യമായ പണം അത് പ്രോഫിറ്റ് എന്നുള്ള പേരിൽ നൽകുകയാണ്. യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് നടക്കുന്നത് എങ്കിൽ അത് ലാഭനഷ്ടം നോക്കിയതിന് ശേഷമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോയേക്കാം. ആ നഷ്ടത്തിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ സഹിക്കേണ്ട കാര്യമാണ്. പലരും അത് സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആളുകൾ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവുകയില്ല. അതുകൊണ്ട് കമ്പനികൾ പറയും, നിങ്ങൾക്ക് എങ്ങനെയായാലും ഞങ്ങൾ ഇത്ര രൂപ തന്നിരിക്കും എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു കടം വാങ്ങലാണ്, ബിസിനസ് വളർത്താനുള്ള കടം വാങ്ങലാണ്. ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ, പലിശ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവർക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഇത്ര രൂപ കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ കമ്പനികൾ ആ രൂപത്തിൽ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അങ്ങനെ ഫിക്സഡ് പ്രോഫിറ്റ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ബിസിനസ്സിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ ശരിയായ രൂപമല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് സ്വർണ്ണ പണയം വെക്കുക എന്നുള്ളത്. സ്വർണം വീട്ടിൽ വെക്കാതെ ഇത്തരക്കാരുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടുവച്ചിട്ട് അതിന് പണയം വെച്ചിട്ട് പണം വാങ്ങിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമായ കാര്യമാണ്, മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ലീസിന് കൊടുത്തിട്ട് വീടോ കാറോ ഒക്കെ കൊടുത്തിട്ട് സഹോദരങ്ങളെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരു വീട് കൊടുക്കുകയാണ്. 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരു വീട് കൊടുക്കുകയാണ്. നിനക്ക് 1 വർഷം ഉപയോഗിക്കാവുന്നതാണ്. 1 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരുന്ന സമയത്ത് 10 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കും. ആ വീടിന് ഒരു വാടകയും കൊടുക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ഇത് നിഷിദ്ധമാണ്. കാരണം എന്താണ്? കാരണം ആദ്യം വാങ്ങിയ 10 ലക്ഷം അത് ഏതിനത്തിലാണ് പെടുന്നത്? അത് കടമാണ്. 10 ലക്ഷം കടം എന്ന ഇനത്തിലാണ് പെടുന്നത്. കടം വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഉപകാരം സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് പണമായിട്ട് 10 ലക്ഷം 11 ലക്ഷമായിട്ട് വാങ്ങുന്നതാണെങ്കിലും ശരി, വാടക ഇനത്തിൽ അതിന് കുറച്ചു കൊടുക്കുന്നതാണെങ്കിലും ശരി, വാങ്ങാതിരിക്കുന്നതാണെങ്കിലും ശരി, അത് തെറ്റാണ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ ചെയ്യാൻ പാടില്ല. ഈ രൂപത്തിൽ ഒരുപാട് ഇനങ്ങളിൽ ജനങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സംശയമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നൽ ഹലാല ബയ്യിൻ, ഹലാലായത് വ്യക്തമായതുണ്ട്, വഇന്നൽ ഹറാമ ബയ്യിൻ, ഹറാമായതും വ്യക്തമായതുണ്ട്, വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്ത്, ഇതിനിടയിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, ജനങ്ങളിൽ അധിക ആളുകൾക്കും അത് അറിയുകയില്ല. ഫമനിത്തഖ ശുബ്ഹാത്ത്, ആരെങ്കിലും അത്തരം സംശയമുള്ളതിൽ നിന്ന് വിട്ടുനിന്നാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവൻ അവന്റെ അഭിമാനവും അവന്റെ ദീനും സംരക്ഷിച്ചിരിക്കുന്നു. വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, ആരെങ്കിലും അത്തരം സംശയമുള്ള കാര്യം ചോദിച്ചു മനസ്സിലാക്കാതെ അതിലേക്ക് എടുത്തു ചാടിയാൽ വഖഅ ഫിൽ ഹറാം, അവൻ നിഷിദ്ധത്തിലേക്ക് വീണവനെ പോലെയാണ്. അല്ലെങ്കിൽ വൈകാതെ അവൻ നിഷിദ്ധത്തിലേക്ക് എത്തുന്നതാണ്, ഹറാമിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത്ര പണം കിട്ടും, ഇന്ന സ്റ്റോക്ക്, ഇന്ന ട്രേഡിങ്, ഇന്ന രൂപത്തിൽ ഒക്കെ ചെയ്താൽ, ഈ രൂപത്തിലൊക്കെ പണം ചെയ്താൽ ഇങ്ങനെ സമ്പാദിക്കാം എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ കാണുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അതിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. ഒന്നാമത് നിങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്ന ഏതോ രീതിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളും നിഷിദ്ധമാക്കിയിട്ടുള്ളത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യം നിങ്ങൾ ചെയ്താൽ ഹറാം ചെയ്തതിന്റെ, അത് ചോദിക്കാതെ ചെയ്തതിന്റെ കുറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട്
കൊണ്ട് കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഹറാമായ നിഷിദ്ധമായ ധനസമ്പാദനങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു രൂപ പോലും ഹറാമായ കാര്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതെ അത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഹലാലായ സമ്പാദ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا نسالك الجنه. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم.